വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്രാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് നാട് കടത്തിയ പ്രവാസ തടവുകാരിൽ നിന്ന് താന്താങ്ങളുടെ പട്ടണമായ ജെറുസലേമിലേക്കും യൂദായിലേക്കും തിരിച്ചു കയറിപ്പോന്ന പ്രവിശ്യാംഗങ്ങൾ ഇവരാണ്: സെറുബാബേൽ, യേശുവ, നെഹ്മിയ, സെറായ, റേലായ, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹും, ബാന എന്നിവരോടൊപ്പം അവർ വന്നു. ഇസ്രായേൽ പൗരജനത്തിന്റെ കണക്ക്: പരോഷ്യർ 2172, ഷെഫാത്യർ 372, ആരഹ്യർ 775, യെശുവ യോവാബിയ മക്കളായ പഹത് മോവാബ്യർ 2812, ഏലാമ്യർ 1254, സത്തൂയർ 945, സക്കായർ 760, ബാനിയർ 642, ബേബായർ 623, അസ്കാദ്യർ 1222, അദോനിക്കാമ്യർ 666, ബിഗ്വായർ 2056, അദീന്യർ 454, ഹെസക്യായുടെ അദേര്യർ 98, ബേസായർ 323, യോറാഹ്യർ 112, ഹാഷൂമ്യർ 223, ഗിബ്ബാര്യർ 95, ബെത്ലഹേമ്യർ 123, നെത്താഫൗ പൗരന്മാർ 56, അനാത്തോത്ത് പൗരന്മാർ 128, അസ്മാവിത്യർ 42, കിരാത്താറിം, കെഫീറ, ബേറോത്ത് എന്നിവിടത്തുകാർ 743, റാമ, ഗാബ എന്നിവിടത്തുകാർ 621, മിക്മാസ് പൗരന്മാർ 122, ബേദേൽ, ആയ് പൗരന്മാർ 253, നൊബാക്കർ 52, മഗ്ബീഷ്യർ 156, ഏലാം, അഹേര്യർ 1254, ഹാരീമ്യർ 320, ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടത്തുകാർ 725, ജെറീക്കോക്കാർ 345, സേനാഹ്യർ 3630. പുരോഹിതന്മാർ: യെശുവയുടെ കുടുംബത്തിലെ യെദായർ 973, ഇമ്മേര്യർ 1052, പശൂര്യർ 1247, ഹാരിമ്യർ 1017. ലേവായർ: ഹോദാവിയായരായ യെശുവരും കദ്മിയേല്യരും 74. ഗായകർ: അസാഫ്യർ 128, വാതിൽ കാവൽക്കാർ: ഷല്ലൂമ്യർ, അദേര്യർ, തൽമോന്യർ, അക്കൂബ്യർ, ഹദീദായർ, ശോബായർ എന്നിവർ ആകെ 139. ദത്തശുശ്രൂഷികൾ: സീഹായർ, ഹസൂഫായർ, തബാവോത്യർ, കേറോസ്യർ, സിയാഹായർ, പാദോന്യർ, ലബനാഹ്യർ, ഹഗാബാഹ്യർ, അക്കൂബ്യർ, ഹാഗാബ്യർ, ഷംലേയർ, ഹാനാന്യർ, ഗിദ്ദേല്യർ, ഗഹര്യർ, റയാഹര്യർ, റസീന്യർ, നെക്കോദായർ, ഗസ്സാമ്യർ, ഉസായർ, പാസേഹ്യർ, ബേസായർ, അസ്നാഹ്യർ, മെയുനിമ്യർ, നെഫീസിമർ, ബക്ബൂക്യർ, ഹക്കുഫായർ, ഹർഹൂര്യർ, ബസ്ലൂത്യർ, മെഹീദായർ, ഹർഷായർ, ബർക്കോസ്യർ, സിസേരായർ, തമാഹ്യർ, നെസീഹ്യർ, ഹദീഫായർ. സോളമന്റെ ദാസന്മാരുടെ മക്കൾ: സോദയ്യർ, ഹസോഫെർത്യർ, പെറുദായർ, യലായർ,
ദർക്കോന്യർ, ഗിദേല്യർ, ഷെഫാത്യാക്കാർ, ഹത്തീല്യർ, പോക്കേറത്ത് ഹസേബാമിയർ, ആമിയർ. ദത്തു ശുശ്രൂഷികളും സോളമന്റെ ദാസന്മാരുടെ മക്കളും ആകെ 392 പേർ. തേൽമേല, തേൽഹർഷ, കെരൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് കയറി വന്നവരും തങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബമോ അവരുടെ സന്താന പരമ്പരയോ ഇസ്രായേലിൽ നിന്നാണോ എന്ന് വിവരിക്കാനാവാത്തവരുമായിരുന്നു ഇവർ. ദലാലായർ, തോബിയായർ, നെക്കോദായർ എന്നിവർ 652. കൂടാതെ പുരോഹിതപുത്രന്മാരിൽ നിന്ന് ഹബായായർ, ഹക്കോസ്യർ, ഗിലായതുകാരനായ ബർസിലായുടെ പെൺമക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിച്ചതുവഴി അവരുടെ പേര് വിളിക്കപ്പെട്ട ബർസിലായർ എന്നിവർ വംശപട്ടികയിൽ ചേർക്കപ്പെടാനുള്ളവരായിരുന്നു. അവർ തങ്ങളുടെ രേഖ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല. അതിനാൽ അവർ അശുദ്ധരായി പരിഗണിക്കപ്പെട്ട് പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമുമായ ഒരു പുരോഹിതൻ നിലനിൽക്കുന്നതുവരെ അതിവിശുദ്ധ വസ്തുവിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാനാകില്ലെന്ന് അവരെക്കുറിച്ച് ഭരണാധികാരി ഉത്തരവിറക്കി. സമൂഹം മുഴുവൻ ആകെ 42,360 പേർ ആയിരുന്നു. അവരുടെ ദാസിദാസന്മാർക്ക് പുറമെയാണിത്. അവർ 7,337 പേരായിരുന്നു. അവർക്ക് 200 ഗായകന്മാർ ഉണ്ടായിരുന്നു. അവരുടെ കുതിരകൾ 736, കോവർ കഴുതകൾ 245, അവരുടെ ഒട്ടകങ്ങൾ 435, കഴുതകൾ 6,720 എന്നിങ്ങനെയായിരുന്നു. പിതൃതലവന്മാരിൽ ചിലർ ജെറുസലേമിലുള്ള കർത്താവിന്റെ ആലയത്തിൽ എത്തിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് പുനരുദ്ധരിക്കുന്നതിന് ദേവാലയത്തിനു വേണ്ടി സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി. നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ 61,000 ദാർമോൻ സ്വർണവും 5,000 മാനെ വെള്ളിയും 100 പുരോഹിത അങ്കികളും നൽകി. പുരോഹിതന്മാരും ലേവായരും ജനത്തിൽ ചിലരും ഗായകരും വാതിൽ കാവൽക്കാരും ദത്തു ശുശ്രൂഷകരും തങ്ങളുടെ പട്ടണങ്ങളിലും ഇസ്രായേൽക്കാരെല്ലാവരും തങ്ങളുടെ പട്ടണങ്ങളിലും താമസിച്ചു. എസ്ര പ്രവാചന പുസ്തകം 3-ാം അധ്യായം. 7-ാം മാസം ആസന്നമായപ്പോൾ ഇസ്രായേലിയർ പട്ടണങ്ങളിലായിരുന്നു. ജനം ഏകയോഗമായി ജെറുസലേമിൽ സമ്മേളിച്ചു. യോസാദാക്കിന്റെ പുത്രനായ യേശുവയും അവന്റെ സഹോദര പുരോഹിതന്മാരും ഷെയാൽത്തിയേലിന്റെ പുത്രൻ സെറുബാബേലും അവന്റെ സഹോദരന്മാരും തയ്യാറെടുത്ത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതു. ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരുന്നതനുസരിച്ച് ഹോമയാഗങ്ങൾ അതിന്മേൽ അർപ്പിക്കുന്നതിനായിരുന്നു അത്. ദേശങ്ങളിലെ ജനങ്ങളിൽ നിന്ന് അവരുടെ മേലുണ്ടായിരുന്ന ഭീഷണി മൂലം അവർ പഴയ അടിസ്ഥാനങ്ങളിൽ തന്നെ ബലിപീഠം സ്ഥാപിച്ചു. അതിന്മേൽ അവർ കർത്താവിന് ഹോമയാഗങ്ങൾ, പ്രഭാത പ്രദോഷ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ കൂടാരത്തിരുന്നാളും ദൈനംദിന ചട്ടപ്രകാരമുള്ള എണ്ണത്തിൽ അനുദിന ഹോമബലിയും ആചരിച്ചു. ഇവയ്ക്ക് ശേഷമായിരുന്നു അമാവാസിക്കും കർത്താവിന് സമർപ്പിതമായ എല്ലാ സമാഗമങ്ങൾക്കും കർത്താവിനെ സ്വാഭിഷ്ട കാഴ്ചയർപ്പിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള നിരന്തര ഹോമയാഗം. 7-ാം മാസം 1-ാം ദിവസം മുതൽ അവർ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിന്റെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല. പേർഷ്യ രാജാവായ സൈറസിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന അനുവാദപ്രകാരം അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലെബനോനിൽ നിന്ന് ജോപ്പ കടലിലേക്ക് ദേവദാരുത്തടികൾ കൊണ്ടുവരാൻ സിദോൻകാർക്കും ടയർക്കാർക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ 2-ാം വർഷം 2-ാം മാസം ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യേശുവയും തങ്ങളുടെ ശേഷിക്കുന്ന സഹോദരരായ പുരോഹിതന്മാർ, ലേവായർ എന്നിവരും പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്ന സകലരും കർത്തൃഭവനത്തിന്റെ പണി ആരംഭിച്ചു. അതിലെ മേൽനോട്ടം വഹിക്കാൻ 20 അതിന്മേലും പ്രായമുള്ള ലേവായരെ അവർ നിയോഗിച്ചു. ദേവഭവനത്തിൽ പണി ചെയ്യുന്ന ഗണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് യേശുവയും അവന്റെ പുത്രന്മാരും ചാർച്ചക്കാരും
യഹൂദ്യരായ കത്മേലയും പുത്രന്മാരും ഏകയോഗമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഹെനാദാദ്യരും അവരുടെ മക്കളും അവരുടെ ചാർച്ചക്കാരുമായിരുന്നു ലേവായർ. കർത്താവിന്റെ മന്ദിരം പണിയുന്നവർ അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം വിഭൂഷിതരായി കർത്താവിനെ സ്തുതിക്കാൻ കാഹളങ്ങളോടെ പുരോഹിതന്മാരെയും കൈത്താളങ്ങളോടെ ആസാഫിന്റെ പുത്രന്മാരായ ലേവായരെയും നിയോഗിച്ചിരുന്നു. സ്തുതിച്ചുകൊണ്ടും കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടും അവർ കർത്താവിനെ പ്രതിവചന ഗീതം ആലപിച്ചു. അവിടുന്ന് തീർച്ചയായും നല്ലവനാണ്. എന്തെന്നാൽ ഇസ്രായേലിന്റെ മേലുള്ള അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടതിനെ പ്രതി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജനം മുഴുവൻ വലിയ ആരവം മുഴക്കി. ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരിലും ലേവായരിലും പിതൃതലവന്മാരിലും നിന്നുള്ള പ്രായമായ അനേകർ ആ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കാണുകെ വലിയ ശബ്ദത്തിൽ കരയുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെയും ആരവത്തോടെയും സ്വരമുയർത്താനും അനേകരുണ്ടായിരുന്നു. ജനത്തിന്റെ സന്തോഷാരവധ്വനി വിലാപധ്വനിയിൽ നിന്ന് വേർതിരിച്ചറിയാൻ ജനത്തിനായില്ല. എന്നാൽ വലിയ ആരവമാണ് ജനം മുഴക്കിയത്. ആ ശബ്ദം വിദൂരത്തോളം കേൾക്കാമായിരുന്നു. എസ്രാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. വിപ്രവാസികളുടെ മക്കൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മന്ദിരം പണിയുന്നുവെന്ന് യൂദായുടെയും ബെഞ്ചമിന്റെയും എതിരാളികൾ കേട്ടു. അവർ സെറുബാബേലിനെയും പിതൃതലവന്മാരെയും സമീപിച്ച് അവരോട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെയാണ് തേടുന്നത്. എന്നാൽ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർഹദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുന്നവരാണ്. പക്ഷേ സെറുബാബേലും യെശുവയും ഇസ്രായേലിലെ മറ്റു പിതൃതലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയാൻ പേർഷ്യ രാജാവായ സൈറസ് രാജാവ് ഞങ്ങളോടാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളോടാണ്, നിങ്ങളോടല്ല. അതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഞങ്ങൾ തന്നെ ഒരുമിച്ച് അത് നിർമ്മിച്ചു കൊള്ളാം. അപ്പോൾ ദേശത്തെ ജനം യൂദാജനത്തിന്റെ കരങ്ങളെ തളർത്തുന്നവരും പുനരുദ്ധാരണത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നവരും ആയിത്തീർന്നു. അവരുടെ പദ്ധതി തകർക്കാൻ പേർഷ്യ രാജാവായ സൈറസിന്റെ കാലം മുഴുവനും പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ ഭരണം വരെയും അവർക്കെതിരെ ഉപദേശകന്മാരെ അക്കൂട്ടർ കൂലിക്കെടുത്തിരുന്നു. അഹസ്വേരുസിന്റെ വാഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആരംഭത്തിൽ യൂദായിലെയും ജെറുസലേമിലെയും നിവാസികൾക്കെതിരെ അക്കൂട്ടർ ഒരു കുറ്റാരോപണം എഴുതി. അർത്താക്സർക്സസിന്റെ കാലത്തും ബിഷ്ലാം, മിത്രദാത്ത്, താബേൽ എന്നിവരും അനുയായികൾ ശേഷിച്ചവരും പേർഷ്യ രാജാവായ അർത്താക്സർക്സസിന് എഴുതി. കത്ത് അരമായയിലാണ് എഴുതപ്പെട്ടിരുന്നത്. അരമായ പരിഭാഷപ്പെടുത്തിയിരുന്നു. സേനാപതി റഹൂം, എഴുത്തുകാരൻ ഷിംഷായ് എന്നിവർ ജെറുസലേമിനെതിരെ അർത്താക്സർക്സസ് രാജാവിന് ഒരു കത്ത് താഴെ പറയും വിധം എഴുതി. സേനാപതി റഹൂം, എഴുത്തുകാരൻ ഷിംഷായ്, അവരുടെ സഹകാരികളായ ബാക്കിയുള്ളവർ, അതായത് ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനികൾ, പേർഷ്യക്കാർ, എറക്കുകാർ, ബാബിലോൺകാർ, ഏലാമ്യർ തന്നെയായ സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയ പട്ടണത്തിലും നദിക്കരെ ബാക്കിയുള്ളയിടത്തും വസിച്ച ശേഷിക്കുന്ന ദേശക്കാരും ഇപ്പോൾ നദിക്കരെയുള്ള പൗരന്മാരായ നിന്റെ ദാസന്മാരാകിയാൽ ഇത് അവർ അവന് അർത്താസക്സസ് രാജാവിന് അയച്ച കത്തിന്റെ പകർപ്പാണ്. ഇപ്പോൾ രാജാവ് അറിഞ്ഞിരിക്കട്ടെ, താങ്കളുടെ അടുത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് കയറിപ്പോന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി കലഹപ്രിയയും ദുഷ്ടയുമായ ആ പട്ടണം പണിയുകയാണ്. അവർ മതിലുകൾ പൂർത്തിയാക്കുകയും അടിസ്ഥാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുകയാണ്. ഈ പട്ടണം പണിയപ്പെടുകയും മതിലുകൾ പൂർത്തിയാക്കപ്പെടുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കും എന്ന് ഇപ്പോൾ രാജാവ് അറിഞ്ഞിരിക്കട്ടെ. ഇപ്പോൾ കൊട്ടാരത്തിലെ ഉപ്പ് രുചിക്കുന്ന ഞങ്ങൾക്ക് രാജാവിനോടുള്ള അനാദരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉചിതമല്ലാത്തതിനാൽ ഞങ്ങൾ ആളയച്ച് രാജാവിനെ വിവരം അറിയിക്കുന്നു. ആരെങ്കിലും താങ്കളുടെ പിതാക്കന്മാരുടെ
സ്മരണിക ഗ്രന്ഥങ്ങളിൽ പരിശോധന നടത്തണം. സ്മരണിക ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ ഈ നഗരം ഒരു കലഹ നഗരമാണെന്നും രാജാക്കന്മാരെയും പ്രവിൻഷ്യകളെയും ദ്രോഹിക്കുന്നതാണെന്നും പണ്ടുമുതലേ അവർ ഇതിൽ കലഹമുണ്ടാക്കിയിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഈ പട്ടണം നിശൂന്യമാക്കപ്പെട്ടതെന്നും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പട്ടണം പണിയപ്പെടുകയും മതിലുകൾ പൂർത്തിയാക്കപ്പെടുകയും ചെയ്താൽ ഇതുമൂലം നദിക്കരെ താങ്കൾക്ക് ഒരവകാശവും ഉണ്ടായിരിക്കില്ലെന്ന് ഞങ്ങൾ രാജാവിനെ അറിയിക്കുന്നു. രാജാവ് ഒരു കൽപ്പന മറുപടിയായി അയച്ചു. സേനാപതിയായ റഹൂമിനും എഴുത്തുകാരനായ ഷിംഷായിക്കും സമരിയായാലും ശേഷിക്കുന്ന നദിക്കക്കരെയും താമസിക്കുന്ന അവരുടെ സഹകാരികൾക്കും സമാധാനം. ഈയിടെ നിങ്ങൾ എനിക്കയച്ച കത്ത് എൻ്റെ മുമ്പിൽ വ്യക്തമായി വായിക്കപ്പെട്ടു. എന്നിൽ നിന്ന് ഒരു നിർദ്ദേശം പുറപ്പെട്ടതിൻ്റെ ഫലമായി ഈ നഗരം പഴയകാലം മുതലേ രാജാക്കന്മാർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കിയിരുന്നെന്നും കലഹവും കലാപവും അവിടെ നടമാടിയിരുന്നെന്നും അവർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിലുണ്ടായിരുന്നു. അവർ നദിക്കക്കരെ മുഴുവൻ മേധാവികളായിരുന്നു. അവർക്ക് കപ്പവും കരവും ചുങ്കവും നൽകപ്പെട്ടു വരുന്നു. ഇപ്പോൾ ഈ മനുഷ്യരെ നിരോധിക്കുന്നതിന് നിങ്ങൾ വിളംബരം പുറപ്പെടുവിക്കുവിൻ. എന്നിൽ നിന്ന് ഇനിയൊരു ആജ്ഞാപത്രം ഉണ്ടാകുന്നതുവരെ ഈ നഗരം പണിയപ്പെടരുത്. ഇത് സംബന്ധിച്ച് ഉപേക്ഷ വരുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. രാജാക്കന്മാർക്ക് നഷ്ടമുണ്ടാക്കും വിധം ഈ ശല്യം എന്തിനു വളരണം? അർത്താക്സർക്സസ് രാജാവിന്റെ കത്തിന്റെ പകർപ്പ് റഹൂമിന്റെയും എഴുത്തുകാരൻ ഷിംഷായുടെയും അവരുടെ സഹകാരികളുടെയും മുമ്പിൽ വായിക്കപ്പെട്ട ശേഷം അവർ ജെറുസലേമിലേക്ക് യഹൂദർക്കെതിരെ തിടുക്കത്തിൽ ചെന്ന് അധികാരവും ശക്തിയും കൊണ്ട് അവരെ തടഞ്ഞു. അങ്ങനെ ജെറുസലേം ദേവാലയത്തിന്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ 2ാം ഭരണവർഷം വരെ അത് നിലച്ചുപോയിരുന്നു. ജെറമിയ പ്രവാചന പുസ്തകം 1-ാം അധ്യായം. ബെഞ്ചമിൻ ദേശത്തു നിന്ന് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽപ്പെട്ട ഹിൽക്കിയയുടെ മകൻ ജെറമിയയുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയയുടെ കാലത്ത് അയാളുടെ വാഴ്ചയുടെ 13-ാം വർഷം അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയയുടെ പുത്രൻ യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ പുത്രൻ സെദക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷത്തിന്റെ അന്ത്യം വരെയും 5-ാം മാസത്തിലെ ജെറുസലേം നിവാസികളുടെ പ്രവാസം വരെയും ഇത് സംഭവിച്ചു കൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം ഇപ്രകാരം എന്നോട് പറഞ്ഞു: ഞാൻ നിന്നെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാ എൻ്റെ നാഥനായ കർത്താവേ, ഇതാ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കാരണം ഞാൻ കേവലം ബാലനാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഞാൻ ബാലനാണ് എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നിടത്തെല്ലാം നീ പോകണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവിന്റെ അരുളപ്പാട്. അനന്തരം കർത്താവ് തന്റെ കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് എന്നോട് അരുളി ചെയ്തു: ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ അധരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കണ്ടാലും പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനുമായി ഇന്ന് ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം എന്നോട് ചോദിച്ചു: ജെറമിയ, നീ എന്തു കാണുന്നു? ഞാൻ പറഞ്ഞു, ബദാം മരത്തിന്റെ ഒരു ശാഖ ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു: നീ ശരിയായി കണ്ടു. എന്തെന്നാൽ എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയുള്ളവനാണ്. കർത്താവിന്റെ വചനം രണ്ടാമതും എന്നോട് ചോദിച്ചു: നീ എന്തു കാണുന്നു? ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു. അതിന്റെ മുഖം വടക്കുനിന്ന് ഇങ്ങോട്ടേക്കത്രേ. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു: ദേശത്ത് വസിക്കുന്ന എല്ലാവരുടെയും മേൽ വടക്കുനിന്ന് ദുരന്തം തുറന്നുവിടപ്പെടും. എന്തെന്നാൽ ഇതാ ഞാൻ വടക്കൻ രാജ്യങ്ങളുടെ സകല വംശങ്ങളെയും വിളിക്കുന്നു.
കർത്താവിൻ്റെ അരുളിപ്പാട്. അവർ വന്ന് ഓരോരുത്തനും തൻ്റെ സിംഹാസനം ജെറുസലേമിൻ്റെ പ്രവേശന കവാടങ്ങളിലും അവളുടെ ചുറ്റുമതിലുകൾക്കെതിരായും യൂദായുടെ എല്ലാ നഗരങ്ങൾക്കെതിരായും സ്ഥാപിക്കും. എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും സ്വന്തം കരവേലകളെ ആരാധിക്കുകയും ചെയ്ത അവരുടെ എല്ലാ തിന്മകളെയും പ്രതി അവരുടെ മേൽ ഞാൻ എൻ്റെ വിധികൾ പ്രസ്താവിക്കും. നീയോ നിന്റെ അരമുറക്കുക. എഴുന്നേറ്റ് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കാതിരിക്കേണ്ടതിന് അവരെ പ്രതി നീ പരിഭ്രാന്തനാകരുത്. ഇതാ, ദേശത്തിന് മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും അവളുടെ പ്രഭുക്കന്മാർക്കും അവളുടെ പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ കോട്ടനഗരവും ഇരുമ്പ് തൂണും പിച്ചളമതിലുമായി ഇന്ന് ഞാൻ നിന്നെ ഉറപ്പിച്ചിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ നിന്നോട് വിജയിക്കുകയില്ല. കാരണം നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവിൻ്റെ അരുളപ്പാട്. ജെറമ്യ പ്രവാചന പുസ്തകം 2-ാം അധ്യായം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം എന്നോട് പറഞ്ഞു: നീ പോയി ജെറുസലേം കേൾക്കെ ഇപ്രകാരം വിളിച്ചു പറയുക, കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തത, വധുവിനടുത്ത സ്നേഹം, മരുഭൂമിയിലെ വിതയ്ക്കപ്പെട്ടിട്ടില്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. ഇസ്രായേൽ കർത്താവിന് വിശുദ്ധമായിരുന്നു, അവിടുത്തെ വിളവിൻ്റെ ആദ്യ ഫലം. അവനെ ഗ്രസിക്കുന്നവരെല്ലാം തെറ്റുകാരാകും, നാശം അവരുടെ മേൽ വന്നു ഭവിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. യാക്കോബിന്റെ ഭവനമേ, ഇസ്രായേൽ ഭവനത്തിലെ സകല ഭവനങ്ങളുമേ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്ത് അനീതി കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നു പോയത്? മിഥ്യയെ അനുധാവനം ചെയ്ത അവർ വിലക്കെട്ടവരായിരിക്കുന്നു. ഞങ്ങളെ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് ഉയർത്തി ഊഷരവും ഗർത്തം നിറഞ്ഞതുമായ പ്രദേശത്തുകൂടെ, വരണ്ടതും മരണനിഴലുള്ളതുമായ ദേശത്തുകൂടെ, ഒരുവനും കടന്നു പോകാത്തതും മനുഷ്യൻ വസിച്ചിട്ടില്ലാത്തതുമായ ഇടത്തിലൂടെ, മരുഭൂമിയിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഫലപുഷ്ടിയുള്ള ഒരു ദേശത്തേക്ക് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിക്കാൻ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ നിങ്ങൾ വന്ന് എൻ്റെ ദേശം മലിനമാക്കി, എൻ്റെ അവകാശം നിന്ദ്യമാക്കി തീർത്തു. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല, നിയമം കൈകാര്യം ചെയ്യുന്നവർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നെ ധിക്കരിച്ചു, പ്രവാചകന്മാർ ബാലിനെ കൊണ്ട് പ്രവചിച്ചു. പ്രയോജനം ചെയ്യാത്തവയുടെ പിറകെ അവർ പോയി. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളുമായി വ്യവഹാരം നടത്തും. കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ മക്കളുടെ മക്കളുമായും ഞാൻ വ്യവഹാരം നടത്തും. നിങ്ങൾ കിത്തിം ദ്വീപുകളിൽ കടന്നു നോക്കുവിൻ. കേദാറിൽ ആളയച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കുവിൻ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. അവ ദൈവങ്ങൾ അല്ലാതിരുന്നിട്ട് പോലും ജനതകൾ ദൈവങ്ങളെ മാറിയിട്ടുണ്ടോ? എന്നാൽ പ്രയോജനം ചെയ്യാത്തവയ്ക്ക് വേണ്ടി എൻ്റെ ജനം അതിൻ്റെ മഹത്വം വെച്ചു മാറിയിരിക്കുന്നു. ആകാശങ്ങളെ, നിങ്ങൾ ഇതേക്കുറിച്ച് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, അതിനായി വിസ്മയിക്കുവിൻ. കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം ഉൾക്കൊള്ളാൻ കഴിയാത്ത കിണറുകൾ, പൊട്ടക്കിണറുകൾ തങ്ങൾക്കായി കുഴിച്ചു. ഇസ്രായേൽ അടിമയാണോ? അതോ അവൻ വീട്ടിൽ ജനിച്ചവനാണോ? എന്തുകൊണ്ടാണ് അവർ കൊള്ളമുതലായി തീർന്നിരിക്കുന്നത്? അവന്റെ നേരെ സിംഹങ്ങൾ ഗർജിച്ചു, അവ അലറി. അവന്റെ നാട് അവ ശൂന്യമാക്കി തീർത്തു. ഒരു നിവാസിയുമില്ലാത്ത വിധം അവന്റെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. മെംഫീസരും തഫ്നീസരും നിന്റെ ഉച്ചിയിൽ മേഞ്ഞു. നിന്റെ ദൈവമായ കർത്താവ് വഴിയിൽ നിന്നെ നയിച്ച നേരത്തെ അവിടുത്തെ ഉപേക്ഷിക്കിയ വഴി നീ ഇത് സ്വയം വരുത്തി വച്ചതല്ലേ? എന്നാൽ ഇപ്പോൾ ഈജിപ്തിന്റെ വഴിയിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്തു ഗുണം? ഷീഹോറിലെ വെള്ളം കുടിക്കാനോ? അസീറിയയുടെ വഴിയിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്തു ഗുണം?
നദിയിലെ വെള്ളം കുടിക്കാനോ? നിന്റെ ദുഷ്ടത നിന്നെ ശിക്ഷാവിധേയമാക്കും. നിന്റെ അവിശ്വസ്തതകൾ നിന്നെ കുറ്റപ്പെടുത്തും. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിക്കുന്നത് ദോഷകരവും കയ്പു നിറഞ്ഞതുമാണെന്ന് കണ്ടറിയൂ. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ല. സൈന്യങ്ങളുടെ കർത്താവായ നാഥന്റെ അരുളപ്പാട്. ഞാൻ പണ്ടേ നിന്റെ നുകമൊടിച്ചു, ഞാൻ നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. പക്ഷേ ഞാൻ സേവിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. കാരണം ഓരോ ഉയർന്ന കുന്നിൻ മുകളിലും ഓരോ പച്ചമര ചുവട്ടിലും വേശ്യയായി നീ വഴങ്ങിയിരുന്നു. എന്നിട്ടും ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിച്ചെടിയായി എല്ലാം തികഞ്ഞ വിത്തായി നട്ടു. പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി മാറി? കാരത്തിൽ കഴുകിയാലും ധാരാളം സോപ്പ് ഉപയോഗിച്ചാലും മായാത്ത കറയായി നിന്റെ കുറ്റം എൻ്റെ മുമ്പിലുണ്ട്. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ എന്നെ തന്നെ മലിനയാക്കിയിട്ടില്ല, ബാൽദേവന്മാരുടെ പുറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? താഴ്വരയിലെ നിന്റെ വഴി കാണുക. നീ വർത്തിച്ചത് എങ്ങനെയെന്ന് അറിയുക. തന്റെ വഴിയിൽ മതിച്ചു നടക്കുന്ന ഒരു പെണ്ണൊട്ടകമോ നീ? മരുഭൂമിയിൽ പരിചയിച്ച ഒരു കാട്ടുകഴുത. തന്റെ ആസക്തിയിൽ അവൾ ചവിട്ടി മെതിച്ച് നടക്കുന്നു. ഇണചേരാനുള്ള അവളുടെ ആസക്തി ആർക്ക് മാറ്റാനാകും? അവളെ അന്വേഷിക്കുന്നവർ ക്ഷീണിക്കുകയില്ല. അവളുടെ മൈഥുനമാസത്തിൽ അവർ അവളെ കണ്ടെത്തും. നിന്റെ പാദം നഗ്നമാകാതിരിക്കാനും തൊണ്ട വരണ്ടു പോകാതിരിക്കാനും സൂക്ഷിക്കുക. എന്നാൽ അത് പ്രശ്നമല്ല, ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ്, അവരുടെ പിന്നാലെ ഞാൻ പോകും എന്നു നീ പറഞ്ഞു. കണ്ടുപിടിക്കപ്പെടുമ്പോഴുള്ള കള്ളന്റെ ലജ്ജ പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും. അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകരും നീ എൻ്റെ പിതാവാണ് എന്ന് മരത്തോടും നീ എന്നെ പ്രസവിച്ചു എന്ന് കല്ലിനോടും പറയുന്നു. കാരണം മുഖമല്ല പുറമാണ് അവർ എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ അനർത്ഥ കാലത്ത് എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ പറയുന്നു. യൂദ, നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാർ എവിടെ? നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ. നിന്റെ നഗരങ്ങളുടെ എണ്ണമനുസരിച്ചാണല്ലോ നിന്റെ ദേവന്മാരും. എന്തിനാണ് നിങ്ങൾ എന്നോട് കലഹിക്കുന്നത്? നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. വെറുതെയാണ് ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത്. ശിക്ഷണം അവർ സ്വീകരിച്ചില്ല. നാശം വരുത്തുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി. ഈ തലമുറക്കാരായ നിങ്ങൾ കർത്താവിന്റെ പ്രവൃത്തി കാണുവിൻ. ഇസ്രായേലിൽ ഞാൻ ഒരു മരുഭൂമിയോ അന്ധകാര ദേശമോ ആയിരുന്നു. ഞങ്ങൾ ചുറ്റിക്കറങ്ങുന്നു. ഇനി ഒരിക്കലും നിന്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് എന്തുകൊണ്ടാണ് എൻ്റെ ജനം പറഞ്ഞത്? യുവതി തൻ്റെ ആഭരണം മറക്കുമോ? മണവാട്ടി തൻ്റെ അരപ്പട്ടയും. എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. കാമാന്വേഷണത്തിന്റെ പാതയിൽ നീ എത്ര സമർത്ഥയാണ്! തത്ഫലമായി വേശ്യകളെപ്പോലും നീ നിന്റെ മാർഗങ്ങൾ പഠിപ്പിക്കുന്നു. നിരപരാധരായ ദരിദ്രരുടെ ജീവരക്തം നിന്റെ വസ്ത്രത്തിലും കാണപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ആയിരുന്നിട്ടും ഭവനഭേദനത്തിനിടെ നീ അവരെ പിടികൂടിയില്ല. ഞാൻ നിഷ്കളങ്കയാണ്. തീർച്ചയായും അവന്റെ കോപം എന്നിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് നീ പറഞ്ഞു. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്നെ കുറ്റം വിധിക്കും. നിന്റെ മാർഗം മാറാൻ നിനക്ക് എത്ര എളുപ്പമാണ്! അസീറിയയിൽ നിന്ന് നീ അപമാനിതയായതുപോലെ ഈജിപ്തിൽ നിന്നും നീ അപമാനിതയാകും. നിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നീ അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കും. കാരണം നീ ആശ്രയിച്ചവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവരെ കൊണ്ട് നീ അഭിവൃദ്ധിപ്പെടുകയില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 1 മുതൽ 12 വരെ തിരുവചനങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, സൈറീൻകാരൻ ലൂസിയോസ്, സമാന്ത രാജാവായ ഹെറോദോസിനോടുകൂടെ വളർന്ന മാനേയൻ, സാവൂൾ എന്നിങ്ങനെ പ്രവാചകന്മാരും പ്രബോധകരും ഉണ്ടായിരുന്നു.
അവർ കർത്താവിനെ ആരാധനയർപ്പിച്ചും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ദൗത്യത്തിനായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈകൾ വെച്ച് പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവാൽ അയക്കപ്പെട്ട അവർ സെലൂക്യായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലാമീസിലെത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു. അവരുടെ സഹായിയായി യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടു. അവൻ ബർയേശു എന്നു പേരുള്ള യഹൂദനായ ഒരു വ്യാജപ്രവാചകനായിരുന്നു. അവൻ ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർജിയൂസ് പാവോളസിന്റെ കൂടെയായിരുന്നു. ഈ ഉപസ്ഥാനപതി ദൈവവചനം ശ്രവിക്കാൻ താല്പര്യപ്പെട്ട് ബർന്നബാസിനെയും സാവൂളിനെയും വിളിപ്പിച്ചു. എന്നാൽ എലിമാസ് മാന്ത്രികൻ എന്നാണ് അവന്റെ പേരിന്റെ ഭാഷാന്തരം. വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവനെ നോക്കി പറഞ്ഞു, സകല വഞ്ചനയും കുടിലതയും നിറഞ്ഞവനെ, സാത്താന് സന്താനമേ, സകല നീതിക്കും എതിരായവനെ, കർത്താവിന്റെ നേർവഴികൾ വക്രമാക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ? ഇതാ കർത്താവിന്റെ കരം ഇപ്പോൾ നിനക്കെതിരെ. നീ അന്ധനായി തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ കാണുകയില്ല. ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു. അവൻ തപ്പിത്തടഞ്ഞ് തന്നെ കൈപ്പിടിച്ചു നടത്താൻ ആളുകളെ അന്വേഷിച്ചു. സംഭവിച്ചത് കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.